രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരായ നടപടി സംസ്ഥാന നേതൃത്വം തീരുമാനിക്കുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. രണ്ടാമത്തെ പരാതി ലഭിച്ച് 24 മണിക്കൂർ പിന്നിടുന്നതേയുള്ളൂ. പാർട്ടിക്ക് ഒരു സിസ്റ്റമുണ്ട്, അതനുസരിച്ച് തീരുമാനമെടുക്കും. മാധ്യമപ്രവർത്തകരോടുള്ള ആക്രമണങ്ങളിൽ യോജിപ്പില്ലെന്നും കടക്ക് പുറത്ത് എന്ന നിലപാട് സ്വീകരിക്കുന്ന നേതാവല്ല താനെന്നും വേണുഗോപാൽ കാസർഗോട്ട് പറഞ്ഞു. The House of Bridals, my Century Wedding Center. ആരാണ് തീരുമാനിക്കുന്നത്? കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം ഉണ്ടായപ്പോൾ തന്നെ ഞാൻ പലവട്ടം പറഞ്ഞതാണിത്. ഒരു പാർട്ടിയും സ്വീകരിക്കാത്ത ശക്തമായ നിലപാടാണ് പാർട്ടി എടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പദവിയിൽ നിന്നും മാറ്റി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഒരു പാർട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന പരമാവധി കാര്യങ്ങളാണ്. രണ്ടാമത് ഇന്നലെ ഒരു സംഭവം ഇപ്പോഴാണ് ഉണ്ടായത്. ഉച്ചയ്ക്ക് ശേഷമാണ് ഇന്നലെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം 24 മണിക്കൂർ ആയിട്ടില്ല. പാർട്ടി നേതാക്കന്മാർ ആലോചിച്ചിട്ട് അക്കാര്യത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കും. അപ്പോൾ അതിനകത്ത് എന്താ ഒരു അത് ഇത്തരം കാര്യങ്ങൾ മറ്റൊരു പാർട്ടിയും എടുക്കുന്നില്ലല്ലോ. ഞാൻ ചോദിച്ചോട്ടെ, 2 പേര് ജയിലിലായിട്ട് എത്ര കാലമായി? CPM സംസ്ഥാന സമിതി അംഗം എന്തിനാണ് ജയിലിലായിരിക്കുന്നത്? ഭഗവാന്റെ സ്വർണം കട്ടതിന്. ഇന്ത്യ ചരിത്രത്തിൽ അങ്ങനെ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഭഗവാന്റെ സ്വർണം കട്ടതിന് ജയിലിൽ പോവുക. എന്താ നടപടി എടുക്കാത്തത്? നടപടി എടുക്കണ്ടല്ലേ? രണ്ട് പേർക്ക് നടപടി എടുക്കണമല്ലോ. അപ്പോൾ ഇപ്പം തന്നെ എന്താ ഇപ്പം ഹൈക്കോടതിയിൽ SIT ആവശ്യപ്പെട്ടിരിക്കുകയാണ് സമയം നീട്ടിക്കെട്ടണം. തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ സമയം നീട്ടിക്കെട്ടണം എന്നാണോ ഇതിൻ്റെ അർത്ഥം? അത് അല്ല, അങ്ങനത്തെ ഒരു വിഷയമാണെങ്കിൽ പിന്നെ വേറെ ചില കാര്യങ്ങളുണ്ട്. ഞങ്ങൾ കൃത്യമായി നടപടി എടുത്തിട്ടുണ്ട്. അതേ വിഷയമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ സമാനമായ ഒരുപാട് വിഷയങ്ങൾ അപ്പുറത്തുണ്ടായിരുന്നു. ഒരുപാട് സമാനമായ വിഷയങ്ങൾ അപ്പുറത്തുണ്ടായിരുന്നു. ആ വിഷയത്തിൽ എന്താണ് ആ പാർട്ടി ചെയ്തതെന്നുള്ള കാര്യം പൊതുസമൂഹത്തിന് മുന്നിൽ. അതെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ കാര്യം പാർട്ടി നേതാക്കന്മാർ ആലോചിച്ച് യുക്തമായ തീരുമാനമെടുക്കും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർട്ടി മറ്റു പാർട്ടികളെ പോലെയല്ല. ഇത്തരം വിഷയങ്ങളിൽ അന്തസ് ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയാണ്. അപ്പോൾ അന്തസ് ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടി എന്ന നിലയിൽ ഇവിടുത്തെ നേതാക്കന്മാർ ആലോചിച്ച് തീരുമാനമെടുക്കും. വെയിറ്റ് അല്ല, വേറെ ഒന്നുകൊണ്ടോ അത്രേ അക്കാര്യത്തിലുള്ളൂ. പ്രതികരണം ആരായനെത്തിയ മാധ്യമപ്രവർത്തകർക്ക് നേരെ കയ്യേറ്റം ഉണ്ടാവുന്ന ഒരു സംഭവം ഉണ്ടായി പാലക്കാട് ജില്ലയിൽ വെച്ച്. അതൊന്നും ഞാൻ അത്തരം കയ്യേറ്റങ്ങളൊന്നും ഞങ്ങൾ ആരും പ്രോത്സാഹിപ്പിക്കില്ല. അത് ഞാൻ പറഞ്ഞല്ലോ, ഇക്കാര്യത്തിൽ പാർട്ടിയുടെ നിലപാട് വളരെ ക്ലിയറാണ്. പാർട്ടിയുടെ നിലപാട് പൊതുസമൂഹത്തിൻ്റെ പ്രതീക്ഷകൾക്കനുസരിച്ച്, നാടിൻ്റെ അന്തസ്സിനനുസരിച്ച് പാർട്ടി നിലപാടെടുക്കും. അത് ഞങ്ങളെ പാർട്ടിയിലൊരു സിസ്റ്റം ഇല്ലേ? നിങ്ങളൊന്ന് ഞാൻ ചോദിച്ചോട്ടെ, ഇതിപ്പോൾ 24 മണിക്കൂർ പോലും കഴിഞ്ഞിട്ടില്ലേ പരാതി വന്നിട്ട്? അപ്പം ഞങ്ങളുടെ നേതാക്കന്മാരൊന്നും കൂടിയാലോചിച്ചിട്ട് തന്നെ അതിന് നിങ്ങൾക്ക് എന്താ ഈ ഒരു പ്രശ്നം? നിങ്ങൾക്കിത് ഇപ്പം തീർത്തേ പറ്റുള്ളൂ എന്നാണോ ഉള്ളത്? ഒരു പാർട്ടിയല്ല ഞങ്ങളുടെ ഒരു പാർട്ടി. മറ്റ് പാർട്ടികൾ നടപടിയെടുത്തിൽ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ ചോദിച്ചത് ഇയാൾ പറഞ്ഞത് അതും സമാനമല്ല എന്നാണ് പറയുന്നത്. സ്വർണം കട്ട കേസ്, അത് അയ്യപ്പൻ്റെ സ്വർണം കട്ട കേസ് ഒരു കുഴപ്പമില്ലെന്നാണ് പറയുന്നത്. അത് ചർച്ച പോലും ചെയ്യേണ്ട കാര്യമല്ല. ഇത് ഗൗരവമുള്ളതാണ്. ഞങ്ങൾ കാണുന്നതുകൊണ്ടാണ് ഈ ഗൗരവപരമായ കാര്യം ഞങ്ങൾ ഗൗരവപരമായി നടപടി ഗൗരവപരമായി മുന്നോട്ട് പോകും. ഗൗരവതരമായിട്ട് തന്നെ കാട്ടി മുന്നോട്ട് കൊണ്ടുപോകും. പക്ഷേ നിങ്ങൾക്ക് ഇതേ ചോദിച്ചാൽ വേറെ എന്തുകൊണ്ട് പഞ്ചായത്ത് ഇലക്ഷനുമായി ബന്ധപ്പെട്ടുണ്ടോ? അല്ലല്ല, ഞാനിതിപ്പോൾ 6ാമത്തെ തവണയാണ് ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നത്. വേറെ എന്തെങ്കിലും ഞാൻ പറഞ്ഞല്ലോ സഹോദര, ഞാൻ കടക്ക് പുറത്തെന്ന് പറയുന്നൊരു നേതാവല്ല. മാധ്യമപ്രവർത്തകർ വന്നാൽ അടിച്ചു ചാടിക്കുന്ന നേതാവല്ല. കടക്ക് പുറത്തുനിന്ന് ആരോടും പറയാറില്ല. നിങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ മാറിപ്പോകുന്നൊരു നേതാവുമല്ല. മര്യാദക്ക് ഉത്തരം പറയുന്ന, പക്ഷേ ജനാധിപത്യ മര്യാദ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ പിന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉത്തരം മാത്രമേ കിട്ടൂ പറഞ്ഞാൽ അത് നടക്കില്ല. ശരി, നിങ്ങളെ ഇന്ന് കണ്ടോ ഓരോന്ന് രാജ്യസഭയിൽ ഉത്തരം കണ്ടായിരുന്നോ? അതെനിക്ക് താല്പര്യമില്ല അല്ലേ? രാജ്യസഭയിൽ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞൊരു ഉത്തരം കണ്ടായിരുന്നോ? എനിക്ക് ബിനോയ് വിശ്വത്തോടാണ് ചോദ്യം ചോദിക്കാനുള്ളത്. കോൺഗ്രസ് ഉന്നയിച്ച ഒരു മഹത്തരമായ കാര്യമായിരുന്നു PM ശ്രീ കാര്യം. ഈ PM ശ്രീ കാര്യത്തിൽ രാജ്യസഭയിൽ നിന്ന് ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇതിനെല്ലാം ഇടനിലക്കാരനായി നിന്നത്, ഞങ്ങളെ സഹായിച്ചത് CPMൻ്റെ ഒരു MP ആണെന്നാണ്. PMC നമ്മുടെ നാട്ടിൽ സംഘപരിവാറിൻ്റെ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയുള്ള വിദ്യാഭ്യാസത്തിന് വേണ്ടി കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിൽ അഗ്രിമെൻ്റ് വെച്ചതിന് PMCയിൽ ഒപ്പുവെച്ചത് ഇന്ന് മന്ത്രി നേരിട്ട് പറഞ്ഞതാണ്. ഇതിനെല്ലാം സഹായം ചെയ്ത് കേരള ഗവൺമെൻറ് ഒപ്പിട്ടത് CPMൻ്റെ ഒരു രാജ്യസഭാ MP ആണെന്നാണ്. അപ്പോൾ കേരള സർക്കാരും CPM തമ്മിലുള്ള BJP തമ്മിലുള്ള ഡീൽ ഞങ്ങൾ കുറേ കാലമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്.
നിർമ്മലാ സീതാരാമൻ്റെ വീട്ടിലെ കേരള ഹൗസിൽ അവരുമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ്, അമിത്ഷായുടെ വീട്ടിലുള്ള കൂടിക്കാഴ്ച, ഇതൊക്കെ കൂട്ടി വായിച്ച് ഞങ്ങൾ പറഞ്ഞ PMCയിലും ലേബർ കോഡിലും ഒക്കെ തന്നെ ഒത്തുകളിയാണെന്ന്. അപ്പോൾ ഇപ്പം മന്ത്രി തന്നെ പറഞ്ഞിരിക്കുകയാണ് PMCയുടെ കാര്യത്തിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സഹായിച്ചത് രാജ്യസഭാ MP ആണെന്നാണ്. ഇതിന് മറുപടി പറയണ്ടേ CPI? ഇതിന് മറുപടി പറയണ്ടേ? ഇത് ചോദിക്കണ്ടേ? ഈ CPI ചോദിക്കണ്ടേ? അവരാണല്ലോ ഈ വിഷയം ഉന്നയിച്ച് ക്യാബിനറ്റ് അറിയാതെയാണല്ലോ ഒപ്പുവെച്ചത്. എന്താണ് PMC വിഷയത്തിൽ ധർമ്മേന്ദ്ര പ്രതാപൻ്റെ പ്രസ്താവനയെക്കുറിച്ച് CPIയുടെ അഭിപ്രായം? എനിക്കറിയാൻ താല്പര്യമുണ്ട്. ഇതാണ് കാര്യം. ഓക്കെ.